Today we are going to study black body. A black body is an ideal body which allows the whole or the incident radiation to pass into itself and absorbs within itself this whole incident radiation. And this property is valid for radiation corresponding to all wavelengths and to all angles of incidence. Therefore, the black body is an ideal absorber of incident radiation. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, ഒരു ഐഡിയലായിട്ട് ഒരു ബ്ലാക്ക് ബോഡി, അതായത് സാങ്കല്പികമായി ഒരു ബ്ലാക്ക് ബോഡി ഏത് കിരണങ്ങളും ഏത് റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ ഏത് വേവ് ലെങ്തിൽ ഏത് ആംഗിളിൽ വന്നാലും അത് കംപ്ലീറ്റ്ലി അതിനുള്ളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയും ഒന്നും തന്നെ പുറത്ത് രക്ഷപ്പെടാതെ അതിനുള്ളിൽ റേഡിയേഷൻ മുഴുവനെയും ട്രാപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വസ്തു, അങ്ങനത്തെ ഒരു വസ്തുവിനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ഒന്നാമതായി ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് റെലെ ജീൻസ് ലോ ആണ്. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ റേഡിയേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ ഫോർത്ത് പവർ ഓഫ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത് കുറയും തോറും ഇൻറ്റൻസിറ്റി കൂടും. അപ്പോൾ റെലെ ജീൻസ് ലോ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്തിനനുസരിച്ച് വേവ് ലെങ്ത് ഇൻറ്റൻസിറ്റി കൂടുകയും വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് വളരെ സ്പീഡിൽ λ/4 എന്ന കണക്കിലേക്ക് ഇത് കുറഞ്ഞു വരികയും ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന സ്പെക്ട്രം അങ്ങനെയല്ല. വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ ഫോൾ 1/λ/4 അല്ല. അപ്പോൾ ദർ ഈസ് എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ റെലെ ജീൻസ് ലോ ആൻഡ് ദ ഒബ്സർവ്ഡ് സ്പെക്ട്രം. അതിനെയാണ് അൾട്രാവയലറ്റ് റീജിയൻ, വിസിബിൾ റീജിയനിൽ ഈ റെലെ ജീൻസ് ലോ ഒബേ ചെയ്യാതെ വരുന്നു. ഈ ഫെയിലറിനെയാണ് അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫ് എന്ന് പറയുന്നത്. സോ ഇൻഫിനിറ്റി വേവ് ലെങ്സ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലേക്ക് എനർജി പോകുന്നതായിട്ട് പറയപ്പെടുന്നു. ഈ റെലെ ജീൻസ് ലോ പറയുന്നു. ഇത് അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫ് എന്ന് പറയപ്പെടുന്ന നേരത്തെ പറഞ്ഞ ഈ റെലെ ജീൻസ് ലോയും എക്സ്പെരിമെൻ്റൽ കർവും മാച്ച് ആകാതെ പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം റെലെ ജീൻസ് ലോ വാസ് എ ഫെയിലർ. രണ്ടാമതായി പ്ലാങ്ക്സ് ലോ ഓഫ് റേഡിയേഷൻ. ഫങ്ഷൻ ഓഫ് വേവ് ലെങ്ത്. As a function of wavelength, the Planck's law says the intensity of radiation is given by 1/λ⁵ into 1/e⁻hc/λ kT - 1. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണപ്പെടുന്നത് ഇൻറ്റൻസിറ്റി, ബ്ലാക്ക് ബോഡിയുടെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ e⁻hν/kT ആണ്. ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു λ⁵ ഓർ സംതിങ്. ഇനി രണ്ടാമത് ഫാക്ടർ എന്ന് വെച്ചാൽ ന്യൂ ക്യൂബാണ്. ന്യൂ ക്യൂബ് മീൻസ് 1/λ⁵. സോ ഈ പ്ലാങ്ക്സ് ലോ എന്താ തരുന്നതെന്ന് വെച്ചാൽ ദാറ്റ് പീക്സ് അറ്റ് സർട്ടൺ വേവ് ലെങ്ത് ദ പീക്ക് ഷിഫ്റ്റ്സ് ടു ഷോർട്ടർ വേവ് ലെങ്ത് ഫോർ ഹയർ ടെമ്പറേച്ചേഴ്സ്. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഈ പീക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദ ഏരിയ അണ്ടർ ദ കർവ് ഗ്രോസ് റാപ്പിഡ്ലി വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഏരിയ കൂടുകയും ചെയ്യുന്നു. സോ ഇതാണ് വളരെ സക്സസ്ഫുള്ളായി ശരിയായ രീതിയിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചത്. ക്ലാസിക്കൽ തിയറി അനുസരിച്ച് ദിസ് ഈസ് ദ സ്പെക്ട്രം, ദിസ് ഈസ് ദ റിയൽ സ്പെക്ട്രം. സോ അറ്റ് ലോങ് വേവ് ലെങ്സ് റെലെ ജീൻസ് ലോ ഈസ്, ഈ പറയുന്ന വേവ് ലെങ്തിലൊക്കെ റെലെ ജീൻസ് ലോയും ബ്ലാക്ക് ബോഡി ഒബ്സർവ്ഡ് വാല്യൂയും മാച്ച് ആവുന്നു. പക്ഷേ ചെറിയ വേവ് ലെങ്തുകളിൽ ഈ പറയുന്ന റെലെ ജീൻസ് ലോയും ഇതും മാച്ച് ആവുന്നില്ല.
പ്ലാങ്ക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയിൽ നിന്ന് വേറൊരു ലോയും കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പറയുന്നത് ദ maximum wavelength or the lambda wavelength of the maximum peak is inversely proportional to the temperature. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് പീക്ക് ഹയർ വേവ് ലെങ്ത്തിലാണ്. ഇവിടെ ടെമ്പറേച്ചർ കൂടിയതുകൊണ്ട് വേവ് ലെങ്ത് കുറച്ചും കൂടെ കുറഞ്ഞു, പീക്കിൻ്റെ വേവ് ലെങ്ത് കുറഞ്ഞു. ഇവിടെ വേവ് ലെങ്ത് കുറഞ്ഞ ടെമ്പറേച്ചർ കൂടിയതുകൊണ്ട് വീണ്ടും പീക്കിൻ്റെ വേവ് ലെങ്ത് ടെമ്പറേച്ചർ കൂടുതലാണ്, അതുകൊണ്ട് പീക്കിൻ്റെ വേവ് ലെങ്ത്തും കുറഞ്ഞു. ഇതിനെയാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ദ ടോട്ടൽ എനർജി, ഈ ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ടി റൈസ് ടു ടെമ്പറേച്ചറിൻ്റെ 4ാമത്തെ പവറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്ന ഒരു നിയമത്തിനാണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ എന്ന് പറയുന്നത്. So the total energy being emitted at all wavelengths by the black body is given under Planck's law, but the total energy in density is proportional to the 4th power of the temperature. So thus we come to the end of this class. As the temperature increases, the peak decreases. Peak of the radiation, the peak wavelength decreases, the wavelength of the peak decreases. As temperature increases, the total energy increases because the total area also increases. The curve gets infinitely close to the x-axis but never touches it. We come to the end of this class.